നമ്മളിതെല്ലാവരും കൂടെ ഹേമൻ്റെ പിന്നാലെ ഓടി. നാട്ടിൽ വേറെ എന്തൊക്കെ കാര്യം നടക്കട്ടെ നിങ്ങൾക്കറിയോ? ഒരു കല്യാണം കഴിച്ചോടുകൂടി നമ്മുടെ അംബാനി മൊത്തം അമ്പിയിരിക്കുക. അതെ, നമ്മൾ അദാനി അംബാനിനെ വെട്ടിച്ച് വീണ്ടും ഇന്ത്യയിലെ നമ്പർ 1 പണക്കാരനായി. അതും വെറും 95% വർധന മൊത്തം പണത്തിലെ. അത് എത്രയൊന്നും കൂടെ അറിയണ്ടേ? നമുക്ക് 95%, 100 195 ആവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. 11.9 ലക്ഷം കോടി റുപ്യൻ്റെ വളർച്ച. എല്ലാം നമ്മുടെ മോദി പപ്പ ശരണം, വേറെ എന്ത് പറയാനാ. ഒക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആസ് യൂഷ്വൽ നമ്മുടെ യൂസഫ് ഭായി തന്നെ, അതിലൊരു തർക്കമില്ല. പിന്നെ അടുത്ത ചില കാര്യങ്ങൾ കൂടെ നടന്നു. നമ്മുടെ ഈ എന്താ പറയുക, ഹേമയുടെ ബാക്ക് കൂടെ അങ്ങനെ നൈസായിട്ട് സ്കൂട്ടായ കാഫിർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ കാഫിർ സ്ക്രീൻഷോട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹൈക്കോർട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടി, എവിടെ വന്നു, ആര് പോസ്റ്റ് ചെയ്തു, ആരെ പേജിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മുടെ സർക്കാരിന് എന്തേ ഇവരൊന്നും വിളിച്ച്, അല്ലെങ്കിൽ പോലീസിന് എന്തേ ഇവരൊന്നും വിളിച്ച് ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ ഗവൺമെൻറ് ഉത്തരം കൊടുക്കും. നമ്മളിപ്പോൾ ഹേമൻ്റെ പിന്നാലെയാണ്. ഹേമനെ ഒന്ന് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് നമ്മൾ വരാം. അപ്പോഴേക്കും നമ്മൾ ഇതൊക്കെ തേച്ച് മാച്ച് കളയും. സിമ്പിൾ. ഇനി അത് കഴിഞ്ഞോ? അതും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പുതിയ ന്യൂസ് ഇങ്ങനെ കിടക്കല്ലേ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളാരും ഓർക്കാനും ഇനിയും നടക്കാനും ആഗ്രഹിക്കാത്ത കാര്യം തന്നെ, നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഇന്നേക്ക് 1 മാസം തികഞ്ഞിട്ടുണ്ട്. 30 ദിവസമായി അവിടെ ഈ ഒരു അവസ്ഥ ഉണ്ടായിട്ട്. ഇപ്പോഴും ഒരു 80ഓളം ആളുകളുടെ ശരീരം, ബോഡി കിട്ടിയിട്ട് പോലുമില്ല, എവിടെയെന്ന് പോലും അറിയില്ല. അവിടുത്തെ പുനരധിവാസവും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ക്യാമ്പുകളൊക്കെ വിട്ട് പല ഭാഗങ്ങൾക്ക് പോകണം. അവർക്ക് വീടിൻ്റെ വാടക വേണം, അത് വേണം. അതിൻ്റെയൊക്കെ എത്രത്തോളം അവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതിനുള്ള റിപ്പോർട്ടുകളൊന്നും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. കാരണം നമുക്കൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമേ ഇപ്പം നമ്മുടെ ഏത് ചാനലിലും 24/7 കാണുന്നുള്ളൂ. നാട്ടിലെ മറ്റ് വാർത്തകളൊന്നും ഒരു ഐഡിയ നമുക്കില്ല. ഇത് മാത്രമല്ല, ഒരുപാട് വാർത്തകൾ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഈ ഒരു 3 വാർത്ത കണ്ടപ്പം ഞാനതൊന്ന് പറയാമെന്ന് വിചാരിച്ചു വന്നതാണ്. എന്തായാലും ഹേമ ഒന്ന് കെട്ടണങ്ങുമ്പോഴേക്കും വേറെ പുതിയ വല്ല ഹേമന്ത് റിപ്പോർട്ടോ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ശരി.